അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ 4th EK മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 1, യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, സലാം പറയുമ്പോൾ സുന്നത്താണ് മുസാഫഹത്ത്. 2, മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. 3, കിബറുള്ളവരെ എല്ലാവരും വെറുക്കും. 4, വിനയം ഉള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. 5, അനാവശ്യമായി ധനം ചെലവഴിക്കലാണ് ധൂർത്ത്. 6, സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. ആക്ടിവിറ്റി 2, ക്വസ്റ്റ്യൻ നമ്പർ 1, പൂരിപ്പിക്കുക. ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും. 2, തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് ഹസദ്. ആക്ടിവിറ്റി 3, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഫസ്റ്റ് 1, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല. പ്രസ്താവന ശരിയാണ്. 2, സദസ്സിലുള്ളവർ വരുന്നവർക്ക് സലാം പറയണം. അത് തെറ്റാണ്. വരുന്നവരാണ് സദസ്സിലുള്ളവരോട് സലാം പറയേണ്ടത്. 3, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. ശരിയാണ് കേട്ടോ. 4, സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കൽ സത്യവിശ്വാസിയുടെ കടമയാണ്. ഇതിൽ 2 എണ്ണമാണ് ഇവിടെ സ്ഥലം വിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ 1ഉം 3ഉം ആണ് അവിടെ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 4, 2 വീതം എഴുതാം. അതിൽ ഒന്നാമത്തത്, വിനാശകരമായ 7 വൻദോഷങ്ങളിൽ നിന്ന് 2 എണ്ണം. 1, അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ. 2, സിഹർ അഥവാ മാരണം ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സത്യവിശ്വാസികൾ തമ്മിലുള്ള പ്രധാന കടമകൾ. അതിൽ നിന്ന് 2 എണ്ണം. 1, കാണുമ്പോൾ സലാം പറയൽ. 2, ക്ഷണം സ്വീകരിക്കൽ. മൂന്നാമത്തെ ചോദ്യം, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. 1, ഭക്ഷണം വിശാലത. 2, ആയുസ് വർദ്ധിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. 2 എണ്ണം. അതിൽ 1, വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക. 2, മറ്റുള്ളവരെ നിസ്സാരമായിട്ട് കാണുക. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. സലാം മടക്കുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധം. 2, പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്ത്? അയൽവാസിക്ക് ഗുണം ചെയ്യൽ. 3, പിശാചിൻ്റെ മിത്രങ്ങൾ ആര്? ധൂർത്തടിക്കുന്നവർ. 4, ഖാറൂൻ ആരുടെ സമുദായത്തിൽപ്പെട്ടവരാണ്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ. 5, കുടുംബക്കാരെ സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം സ്ഥാപിക്കണം എങ്ങനെയല്ല? കത്ത് മുഖേനയോ ഫോൺ മുഖേനയോ. അടുത്ത ആക്ടിവിറ്റി 4, കുടുംബക്കാർ ആരാണെന്ന് വ്യക്തമാക്കാം. ആരാണ്? നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്വർഗത്തിലെ മണ്ണ്. മാതാവിൻ്റെ കാൽ കീഴിലെ മണ്ണാണ് സ്വർഗത്തിലെ മണ്ണ്. മൂന്നാമത്തത്, ത്വീനത്തുൽ ഹബാൽ എന്നാൽ എന്ത്? ത്വീനത്തുൽ ഹബാൽ എന്നാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് ത്വീനത്തുൽ ഹബാൽ. അടുത്ത ആക്ടിവിറ്റി അർത്ഥം എഴുതാനാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്വീൻ,
നിശ്ചയം ധൂർത്തന്മാർ അല്ലെങ്കിൽ ധുർവ്യം ചെയ്യുന്നവർ പിശാചിൻ്റെ സഹോദരങ്ങളാണ്. എട്ടാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാനാണ്. ഇയാക്കും വൽ ഹസദു കമാ തഅകുലുന്നാർ യഅകുലുൽ ഹസനാത്ത് ഫഇന്നൽ ഹസദു അൽ ഹത്വബ. അത് ക്രമത്തിൽ എഴുതുമ്പോൾ ഇയാക്കും വൽ ഹസദു ഫഇന്നൽ ഹസദു യഅകുലുൽ ഹസനാത്തി കമാ തഅകുലുന്നാറു അൽ ഹത്വബ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. കൂട്ടുകാരെല്ലാവരും അടുത്ത എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക.